ഈ തലമുറകളിലേക്ക് നമ്മുടെ ഒരു സംരംഭത്തെ കൈമാറുന്ന സമയത്ത് ഏറ്റവും അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട അതിന്റെ നിയമവശങ്ങൾ, ദ എഫക്റ്റീവ് ലീഗൽ ടൂൾസ് ഫോർ സക്സഷൻ. ഇനി അടുത്ത സെഷൻ നമ്മൾക്ക് മുന്നിലേക്ക് വരുന്നത് ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ IPA ഭാഗമായിട്ടുള്ള മിക്കവർക്കും ചിരപരിചിതമായ ഒരു മുഖം തന്നെയാണ് അതിനുവേണ്ടി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അഡ്വക്കേറ്റ് അജ്മൽ, മാനേജിംഗ് പാർട്ണർ ഓഫ് ABS പാർട്ണർ ലീഗൽ കൺസൾട്ടൻസ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു ആമുഖത്തിന്റെ ആവശ്യകതയില്ല. സ്പെസിഫൈഡ് ഇൻ M&A കോർപ്പറേറ്റ് ആൻഡ് ബിസിനസ് ലോ. IPA സംബന്ധിച്ച് നോക്കുമ്പോൾ IPAയോട് വളരെയധികം ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അഡ്വക്കേറ്റ് അജ്മൽ. ഫൗണ്ടിംഗ് ആൻഡ് അഡ്വൈസറി മെമ്പറാണ്, IPAയുടെ ഫോമർ ഡയറക്ടറാണ്. ആൻഡ് IPAയുടെ ബൈലോസും അതുപോലെ തന്നെ റെഗുലേഷൻസും സ്ട്രക്ചറൈസ് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് അഡ്വക്കേറ്റ് അജ്മൽ. നിറഞ്ഞ കൈയടികളോടെ സ്നേഹാദരവുകളോടെ ഈ ഒരു വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാം. അഡ്വക്കേറ്റ് അജ്മൽ will be having the discussion on the topic effective legal tools for succession. Good evening. പ്രിയപ്പെട്ടവരെ, താങ്ക് യു ശ്രീജിത്ത് ഫോർ ദ വെരി ഇൻസൈറ്റ്ഫുൾ description about why succession planning is very important. ശ്രീജിത്ത് നിർത്തിയിടത്തുനിന്ന് നമുക്ക് തുടങ്ങാം. എന്തിനാണ് സക്സഷൻ പ്ലാനിങ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി എങ്ങനെയാണ് സക്സഷൻ പ്ലാൻ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ ഈ സക്സഷൻ പ്ലാനിങ് 2 ഭാഗങ്ങളായിട്ടുണ്ട്. ഒന്ന് വ്യക്തിയുടെ സക്സഷൻ പ്ലാനിങ്, ഒന്ന് ഫാമിലി ബിസിനസ്സിൻ്റെ സക്സഷൻ പ്ലാനിങ്ങും. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള വിഷയം. ഈ വ്യക്തിയുടെ സക്സഷൻ പ്ലാനിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയുന്നതിന് മുമ്പ് ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് എൻ്റെ ഈ പ്രൊഫഷണൽ ജീവിതത്തിൽ എൻ്റെ മുമ്പിലേക്ക് വന്ന കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളുണ്ട്. കഥകളല്ല, റിയൽ ടൈം ഇഷ്യൂസ്. അതിനെ ഞാൻ ആളുകളുടെ പേര് പരാമർശിക്കാതെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിലൊന്ന്, ഏതാണ്ട് ഒരു 4-5 വർഷം മുമ്പ് എനിക്ക് പാലക്കാട്ട് നിന്നൊരു സ്ത്രീ എന്നെ ഫോൺ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിച്ചു ഒരു 5-6 മാസം മുമ്പ്. റഷ്യയിൽ വെച്ചാണ് മരിച്ചത്. അപ്പം മരണം ഞങ്ങൾ അറിഞ്ഞത് 1 മാസം കഴിഞ്ഞാണ്. എങ്ങനെയാണ് മരിച്ചതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഞങ്ങൾക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റും കാര്യമൊക്കെ കിട്ടി. നാച്ചുറൽ ഡെത്താണ്, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഭർത്താവിന്, അദ്ദേഹം ഒരു വലിയ ടെക്നോക്രാറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് കുറെ IT മേഖലയിൽ കുറെ ബിസിനസ്സും, അദ്ദേഹം വേൾഡ് വൈഡ് എപ്പോഴും ട്രാവൽ ചെയ്യുകയൊക്കെ ചെയ്യുന്ന വളരെ ഫൈനാൻഷ്യലി വെൽ ഓഫ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയൊരു ഫാമിലി. പക്ഷെ അദ്ദേഹത്തിന്റെ അസറ്റ്സ് കേരളത്തിലുള്ളത് ഒഴിച്ചാൽ മറ്റുള്ളതിനെ കുറിച്ചൊന്നും ഇവർക്ക് വലിയ ധാരണയൊന്നുമില്ല. മരിക്കുന്നതിന് മുമ്പ് എപ്പോഴോ ദുബായിൽ ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവർ ആരോ വഴി കോണ്ടാക്ട് ചെയ്തു. അവരും ഒരു മകനും അമ്മയും ആണുള്ളത്. അപ്പോൾ ദുബായിലെ പ്രോപ്പർട്ടി എങ്ങനെ കണ്ടുപിടിക്കും? ഇവർക്ക് പ്രോപ്പർട്ടി ഉണ്ടെന്നേ അറിയുള്ളൂ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും, എങ്ങനെയാണ് അതിൻ്റെ ലീഗൽ സക്സഷനൊക്കെ പ്ലാൻ ചെയ്യാമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവരെ കയ്യിൽ നിന്ന് വില്ല ഒക്കെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ എടുത്ത് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ ഡീറ്റെയിൽസൊക്കെ എടുത്തപ്പോൾ 2 പ്രോപ്പർട്ടി ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ, ഈ മരിച്ച ആളുടെ പേരിൽ. അപ്പോൾ ഈ 2 പ്രോപ്പർട്ടി ഉണ്ട് എന്ന് കണ്ടെത്തിയ ശേഷം നമ്മൾ ഇവരെ പവർ ഓഫ് അറ്റോർണിയൊക്കെ വാങ്ങിച്ച് നമ്മൾ സക്സഷൻ ഒപ്പി ഫയൽ ചെയ്തു കോടതിയിൽ. ഇതിൻ്റെ അവകാശം ഇവരുടെയും ഈ ഭാര്യയുടെയും മകൻ്റെയും അമ്മയുടെയും പേരിലേക്ക് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, മറ്റാരോ കൊണ്ടുപോയിട്ട് ഒരു സക്സഷൻ ഒപ്പി അവിടെ ഫയൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതാരാണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് റഷ്യയിലുള്ള ഒരു കുട്ടി ഇതിലൊരു പ്രോപ്പർട്ടി ഒരു വില്ലിൻ്റെ പുറത്ത് ക്ലെയിം ചെയ്തുകൊണ്ട് ഒരു സക്സഷൻ ഒപ്പി ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ ഗാർഡിയനായിട്ടുള്ള സ്ത്രീയാണ് അത് ഫയൽ ചെയ്തിട്ടുള്ളത്. അവർ അമ്മയാണെന്ന് അവകാശപ്പെടുന്നില്ല. അവർ അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു. അതിൽ അയാൾക്കൊരു കുട്ടി ഉണ്ടായിരുന്നു.
അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി അദ്ദേഹം ഒരു വില്ല് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടി അവരുടെ പേരിലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു വില്ല് പ്രകാരം. അപ്പോൾ ഞങ്ങൾ ഈ വില്ലിനെ ഇൻട്രസ്റ്റിംഗ് ആയി ആ വില്ലിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു. ആ വില്ലിൻ്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കുറേ കാര്യങ്ങൾ പുറത്തു വന്നു. അതിൽ അദ്ദേഹത്തിന് ലക്സംബർഗിൽ പ്രോപ്പർട്ടി ഉണ്ട്, അക്കൗണ്ട് ഉണ്ട്, പിന്നെ സിംഗപ്പൂരിൽ കമ്പനി ഉണ്ട്, അക്കൗണ്ട് ഉണ്ട്, അതുപോലെ UK പ്രോപ്പർട്ടി ഉണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം ഈ വില്ലിൽ പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ആ വില്ലിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, ലക്സംബർഗിലെ അക്കൗണ്ടിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള $100,000 റഷ്യയിലെ കുട്ടിക്ക് വെക്കുമെന്നും ബാക്കിയൊക്കെ എൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള അവകാശികൾക്കാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്. സ്പെസിഫിക് ആയിട്ട് അവരെ പേരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും. അപ്പോൾ ആ വില്ല് കയറി നമ്മൾ പിടിച്ച് നമ്മുടെ ആളുകൾക്ക് ഈ പറഞ്ഞ ബാക്കിയുള്ള അസറ്റ്സ് എല്ലാം കിട്ടാനുള്ള സംവിധാനങ്ങൾ ചെയ്തു. ഈ വസ്തു ഇവർക്ക് കുറച്ച് ഹെസിറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളോട് പറയാത്തൊരു കുട്ടിയാണ്, ലീഗലി അല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും നല്ലത് ആ പ്രോപ്പർട്ടി വിട്ടുകൊടുത്ത് ബാക്കി നിങ്ങളുടെ പേരിലേക്ക് എടുക്കുകയാണെന്ന് അവരെ കൺവിൻസ് ചെയ്തുകൊണ്ട് നമ്മളത് ചെയ്തു. ഞാനിത് പറഞ്ഞത് വേറൊന്നും നിങ്ങൾക്ക് തോന്നണ്ട. ഞാനിത് പറഞ്ഞത് വില്ല് എഴുതിയാലും എഴുതിയില്ലെങ്കിലും ഉള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വ്യക്തി താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത്, പ്രത്യേകിച്ച് UAE ജീവിക്കുന്ന പ്രവാസിയും ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന പ്രവാസി ബിസിനസ്സുകാരും എപ്പോഴും നമ്മൾക്ക് എന്താണുള്ളതെന്ന് എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്ത് വെക്കണം. അതൊരു വില്ലാവാം, വാലിഡോ വാലിഡ് അല്ലാത്ത വില്ലായാലും പ്രശ്നമല്ല. ഞാൻ ചിലരോട് പറയും, ഈ മുസ്ലിങ്ങൾ വന്ന് എനിക്ക് ശരിയല്ലാത്ത തന്നെ ഒരു വില്ല് രജിസ്റ്റർ ചെയ്യണം, ഇപ്പം സമ്മതിക്കുന്നുണ്ടല്ലോ, വില്ല് രജിസ്റ്റർ ചെയ്യണം അബുദാബിയിൽ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, വില്ല് ശരിയ അനുസരിച്ച് ഉള്ള ഡിവിഷൻ അല്ലെങ്കിൽ നിൽക്കില്ല. നിങ്ങൾ അബുദാബി രജിസ്റ്റർ ചെയ്താലും നിൽക്കില്ല, നാളെ ആരെങ്കിലും ചാലഞ്ച് ചെയ്താൽ. പക്ഷെ ഒരു ഗുണമുണ്ട്, നിങ്ങളുടെ പ്രോപ്പർട്ടി എന്താണ്, അസറ്റ് എന്താണെന്നൊക്കെ ആ വില്ലിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ചുരുങ്ങിയത് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല നാളെ നിങ്ങളുടെ കാലശേഷം. അപ്പോൾ ഇതാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാലക്കാടുള്ള ആളുകൾക്ക് യാതൊരു ധാരണയുമില്ല. ഭർത്താവിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കേണ്ടത് എന്താണ് ഉള്ളത് എന്നതിനെ കുറിച്ച് എവിടെയെങ്കിലും ഒരു റെക്കോർഡ് എഴുതി വെക്കണം. അത് നിങ്ങൾക്ക് ഇപ്പം തരാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ വേണ്ട, അതിനുള്ള ലീഗൽ സ്ട്രക്ചേഴ്സ് വേറെ ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇത് പേഴ്സണൽ സക്സഷൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബിസിനസ് സക്സഷനാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം. എല്ലാവരും ബിസിനസ്സുകാരാണ്, പിന്നെ എല്ലാവർക്കും ചെറുതും വലുതുമായ ബിസിനസ് ഉണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ഫാക്റ്റ്, UAE ടോട്ടലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ 100-ൽ 70 ബിസിനസ്സും അടുത്ത ജനറേഷനിലേക്ക് പോകുമ്പോൾ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഓൺലി 30% ഓഫ് ദ ബിസിനസ് സക്സീഡ്സ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അത് എത്രത്തോളം ഭയാനകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ ബിസിനസ് എംപയർ, വെൽത്ത്, നമുക്ക് ശേഷം അത് പരാജയപ്പെട്ടു പോവുകയും നമ്മുടെ അടുത്ത തലമുറയിലേക്ക് അത് എത്താതിരിക്കുകയും ചെയ്യുന്നത് വളരെ പതറ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഇന്റലിജന്റായ ഇത്രയധികം ഹാർഡ് വർക്ക് ചെയ്ത ബിസിനസ്സുകാർ ഒരിക്കലും അനുവദിച്ച് കൊടുക്കാൻ പാടുള്ളതില്ല. അങ്ങനെ ചെയ്യുന്നവര് സ്വന്തത്തോടും കുടുംബത്തോടും സമൂഹത്തോടും ചെയ്യുന്ന അനീതിയാണ്. അപ്പൊ അതിന് എന്താണ് മാർഗം എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. അത് കണ്ടെത്തുക, അതിനുള്ള ചില ഇൻസൈറ്റ്സ് തരിക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കൺസോർഷ്യം ബിസിനസിൻ്റെ ഒരു ഫാഷനാണ്. IPA തന്നെ എനിക്ക് തോന്നുന്നു ഒരു 5 കൺസോർഷ്യം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കൺസോർഷ്യം ബിസിനസ്സൊക്കെ ഞാൻ പറയും ഒരു ഒറ്റ ആവേശത്തിന് ചാടുന്നതാണ്. ഒറ്റ ആവേശത്തിന് ചേർന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നും ആലോചിക്കില്ല. സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ആലോചിക്കും, ഇനി ഇതിനെ എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ കമ്പനി ഫോം ചെയ്യണം, ഈ കമ്പനി ഫോം ചെയ്താൽ നാളെ എന്താവും, ഒരാൾ മരിച്ചാൽ എന്താവും, ഒരാൾ റിസൈൻ ചെയ്യണമെങ്കിൽ എന്താവും, ഇതൊന്നും ആലോചിക്കില്ല. സത്യത്തിൽ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പാണ് ഇത് ആലോചിക്കേണ്ടത്. പ്രത്യേകിച്ച് കൺസോർഷ്യം ബിസിനസ്സുകളിൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള എൻട്രി ആൻഡ് എക്സിറ്റ് പോളിസി കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ബിസിനസ്സുകൾ പരാജയപ്പെടും. കാരണം ഇതിലൊരാൾ ചിലപ്പോൾ അയാൾക്ക് പെട്ടെന്ന് അസുഖമായി കിടന്നു, അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു.
കുടുംബത്തിന് ഒരു പക്ഷേ ഇവിടെ നിൽക്കാൻ കഴിയില്ല, നാട്ടിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അവർക്ക് ഈ ബിസിനസ്സിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അവർക്കപ്പോൾ എന്താ വേണ്ടി വരിക? ആ ഷെയറിൻ്റെ വാല്യൂ കയ്യിൽ കുട്ടികൾക്ക് കൊടുത്തിട്ട് അവർക്ക് ആ പൈസയും കൊണ്ട് പോകാൻ പറ്റണം. അതിനുള്ളൊരു ഓപ്ഷൻ നമ്മൾ ഇങ്ങനത്തെ കൺസോർഷ്യം ബിസിനസ്സിൽ ആദ്യം തന്നെ ഡിഫൈൻ ചെയ്യണം. ഇഫ് എ പേഴ്സൺ ഈസ് റിട്ടയറിങ് ഓർ ഹീ ഈസ് എക്സ്പയറിങ് ഓർ പിന്നെ മരിച്ചു പോവുകയാണെങ്കിൽ ഹൗ വി ഷുഡ് ഗിവ് ഹിസ് ഷെയർ വാല്യൂ ടു ഹിം. അത് ആദ്യം തന്നെ ഡിഫൈൻ ചെയ്ത് വെക്കുക. അന്നത്തെ മാർക്കറ്റ് വാല്യൂ ആണോ, അല്ലെങ്കിൽ അന്നത്തെ ഓഡിറ്റഡ് ഷീറ്റ് അനുസരിച്ചുള്ള വാല്യൂ ആണോ, എന്താണ് അത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ബാക്കിയുള്ള ഷെയർ ഹോൾഡേഴ്സ് ഒന്നിച്ചത് പർച്ചേസ് ചെയ്യണോ, കമ്പനി തന്നെ പർച്ചേസ് ചെയ്യണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം തന്നെ ഈ എഗ്രിമെന്റിൽ ഡിഫൈൻ ചെയ്ത് വെക്കണം. അത് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ഒരിക്കലും സക്സീഡ് ചെയ്യില്ല. അത് ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ഏറ്റവും ആവേശപൂർവ്വം ചാടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട സംഗതികൾ. ഇത് ഞാൻ ജസ്റ്റ് ഒരു കൺസോർഷ്യം ബിസിനസിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഈ ടൂൾസാണ്, എന്തൊക്കെയാണ് ലീഗൽ സ്ട്രക്ചേഴ്സ് അവൈലബിൾ എന്നുള്ളതാണ് ഞാനിവിടെ പറയേണ്ട എൻ്റെ വിഷയം. അതിൽ ബിസിനസ്സുകാരുടെ ഒരു പ്രധാന കൺസേൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കളെയോ ബാക്കിയുള്ളവരെയൊക്കെ കൊണ്ടുവന്ന് കയറ്റി കഴിഞ്ഞാൽ അവർക്ക് പവർ കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഞാൻ ഔട്ടാവുമോ എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. അപ്പോൾ ആ ഒരു വിഷയം പറയുമ്പോൾ ഞാൻ ഒരു ഉദാഹരണം കൂടെ കൂട്ടത്തിൽ പറയാം. എൻ്റെ ഒരു കക്ഷിയായിരുന്നു ഒരു സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് ചെയിൻ. ഏതാണ്ട് ഒരു 10-30 വർഷം കൊണ്ട് ഏതാണ്ട് ഒരു 10-15 സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും അവരിവിടെ സെറ്റപ്പ് ചെയ്ത് നല്ല ഒരു ഫ്ലറിഷ് ചെയ്ത ഒരു ബിസിനസ് ഗ്രൂപ്പ്. അവർക്ക് ലോണുണ്ട്, ബാങ്കിങ് ഫെസിലിറ്റി ഉണ്ട്, ഇതൊക്കെ ഉള്ള ഒരു, പക്ഷേ വൺ മാൻ ഡ്രിവൺ ബിസിനസ്സാണ്. ആ അച്ഛൻ മാത്രമാണ്, മക്കൾ ആരും ഇതിലില്ല. വേറെ കുറച്ച് കുടുംബക്കാരൊക്കെ അവിടെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബിസിനസ് ഇദ്ദേഹം തന്നെയാണ് ഓൾ ഇൻ ഓൾ. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം മരിച്ചു. അദ്ദേഹം മരിച്ച സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഫ്രീസായി, ബാങ്കിങ് ഫെസിലിറ്റി നിന്നു, അതുപോലെ പേയബിൾസ് കൊടുക്കാൻ ചെക്ക് എല്ലാം ബൗൺസായി, റിസീവബിൾസ് ഒന്നും കിട്ടാതെയായി, ബാങ്ക് അക്കൗണ്ട്സ് എല്ലാം ക്ലോസ് ആയി. ബാങ്കുകൾ കേസിട്ടു, വെൻഡേഴ്സ് കേസിട്ടു. മൊത്തത്തിൽ നമ്മൾ ഇത് ഒന്ന് സോർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ 2 ഭാര്യമാരും 9 കുട്ടികളുമാണ്. അപ്പൊ ഇവരെ എല്ലാവരെയും കൂടെ ഒന്ന് ഏകോപിപ്പിച്ച് ഒരു പവർ ഓഫ് അറ്റോർണി എടുത്ത് സക്സഷൻ ഓപ്പി ഫയൽ ചെയ്ത് ആയപ്പോഴേക്ക് 10 മാസം പിടിച്ച്. 10 മാസം കഴിഞ്ഞ് ഇവരെയൊക്കെ ചേർത്ത് ലൈസൻസിലൊക്കെ ചേർത്തപ്പോഴേക്ക് കമ്പനി ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നോമിനേഷൻ ഉപയോഗിക്കേണ്ടി വന്നു. അങ്ങനെ പൊളിഞ്ഞു പോയി ആ സാമ്രാജ്യം. ഏതാണ്ട് 30-40 മില്യൺ 40 മില്യൺ അല്ല, 70 മില്യണോളം വാല്യൂ ചെയ്തിരുന്ന ആ ഒരു കമ്പനി സീറോ ആയി. ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് ഓപ്പറേഷണൽ കമ്പനിയിൽ നേരിട്ട് ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡർ നിന്നാലുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്. ഇതിനെന്താ ചെയ്യേണ്ടത്? ഇതിന് ഹോൾഡിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കണം. യു ഷുഡ് നോട്ട് ബി ഡയറക്ട്ലി പാർട്ട് ഓഫ് ആൻ ഓപ്പറേഷണൽ കമ്പനി. ഇഫ് യു എക്സ്പയർ, ദിസ് എൻറ്റയർ ബിസിനസ് വിൽ കൊളാപ്സ് ഡ്യൂ ടു ദ ലീഗൽ ഇംപിഡിമെന്റ്സ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത്രയൊക്കെ നിങ്ങൾക്ക് പല ബിസിനസ്സുകൾ ഉണ്ടെങ്കിൽ ഇതിനൊരു ഹോൾഡിംഗ് സ്ട്രക്ചറിൽ കൊണ്ടുവന്നിട്ട് ഡയറക്റ്റ് ബിസിനസിന്റെ ഇമ്പാക്റ്റ് ഓപ്പറേഷണൽ കമ്പനിയിൽ ഇല്ലാതെ നിങ്ങൾ അതിനെ പ്ലാൻ ചെയ്യണം. അതിനെന്താ ചെയ്യുക? ഒരു പ്രോപ്പർ ഹോൾഡിംഗ് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നിങ്ങൾ കമ്പനികളെ കൊണ്ടുവരണം. ഇതൊക്കെ നടന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. യു ഷുഡ് പ്ലാൻ ഇൻ അഡ്വാൻസ്. പിന്നെ ഹോൾഡിംഗ് കമ്പനി ആയാൽ പിന്നെ ബാക്കി എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം. ഇപ്പം എൻ്റെ ഒരു ക്ലയൻ്റ് ഉണ്ട്, അദ്ദേഹത്തിന് 9 മക്കളുണ്ട്. അതിൽ 7 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമാണ്. അതിൽ ഒരാണും ഒരു പെണ്ണും മാത്രമാണ് ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർക്ക് ആർക്കും താല്പര്യമില്ല. ബാക്കിയുള്ള പെൺകുട്ടികളുടെ ഭർത്താക്കന്മാർക്ക് ചിലർക്ക് താല്പര്യമുണ്ട്, അവരെ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ ഇയാൾക്കും താല്പര്യമില്ല. അപ്പോൾ എങ്ങനെ ഈ ബിസിനസ്സിൽ അവരെ ഉൾപ്പെടുത്തും? ഇതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. കമ്പനി ഉണ്ടാക്കിയാൽ ഞാൻ മരിച്ച ഷെയർ ഹോൾഡിങ് എല്ലാവർക്കും പോവും, ഇവരെല്ലാവരും കൂടെ ഇവരെ 2 ആളെ പുറത്താക്കും, ഈ ആക്റ്റീവായിട്ടുള്ളവരെ. അപ്പോൾ അതിനെന്താണ് സ്ട്രക്ചർ? അപ്പൊ ഞാൻ അദ്ദേഹത്തെ അഡ്വൈസ് ചെയ്തു, അതിന് ഇവിടെ ലീഗൽ സ്ട്രക്ചേഴ്സ് അവൈലബിൾ ആണ്. ADGM-ലും DAFC-ലും ഒക്കെ ഇവിടെ ഫൗണ്ടേഷൻസ് ഉണ്ട്, ട്രസ്റ്റ് ഉണ്ട്. നിങ്ങളുള്ള സമയത്ത് നിങ്ങളുടെ കമ്പനികളുടെ ഹോൾഡിംഗ് കമ്പനിയെ ആ ഫൗണ്ടേഷൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉള്ള കാലത്ത് ഈ ഫൗണ്ടേഷനെ നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാം. ഈ ബിസിനസ്സിനെ മുഴുവൻ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ഈ 2 മക്കൾ തന്നെ ഈ കമ്പനിയെ മാനേജ് ചെയ്യണമെന്ന് ഫൗണ്ടേഷന്റെ ചാർട്ടിൽ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോ ഷെയർ ഹോൾഡിംഗ് ഒന്നും ഇതിൽ ബാധകമല്ല. ഫൗണ്ടർ ആരാണോ ഈ ഫൗണ്ടർക്ക്
ഇപ്പോൾ തന്നെ ഡിഫൈൻ ചെയ്യുക. അടുത്ത തലമുറ ഈ കമ്പനി ആര് മാനേജ് ചെയ്യണം, അതിനുശേഷം എന്തായിരിക്കണം ഈ കമ്പനികളും ബിസിനസ്സും ഈ ഫൗണ്ടേഷൻ എങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് പ്ലാനിങ് ആവശ്യമുണ്ട്, കൺസൾട്ടേഷൻ ആവശ്യമുണ്ട്. അത് ഒരു ഒറ്റ അവേഴ്സിൽ ചേർന്നിട്ട് ഒരു ഫൗണ്ടേഷൻ കയറി ഫോം ചെയ്യാൻ പറ്റില്ല. കാരണം ഈ തലമുറയും അടുത്ത തലമുറയും അതിനടുത്ത തലമുറകളോടും നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റായിരിക്കും അത്. എങ്ങനെ പ്രശ്നങ്ങളില്ലാതെ ഇത് സ്മൂത്തായി പോകുമെന്ന് പ്ലാൻ ചെയ്ത് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം ഇത് മനസ്സിലാക്കാൻ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ഇത് മുഴുവൻ എനിക്ക് പറയാൻ സമയം കിട്ടും തോന്നുന്നില്ല, എന്നാലും ഒരു കേസ് കൂടെ പറയാം. ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് 77 വയസ്സുള്ള ഒരു ഫോറിനർ വന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു വില്ല് എഴുതണം. അപ്പോൾ ആരുടെ പേരിലാണ് വില്ല് എഴുതേണ്ടത്? എൻ്റെ ഭാര്യയുടെ പേരിലാണ് വില്ല് എഴുതേണ്ടത്. അപ്പോൾ ഞാൻ ഡോക്യുമെന്റ്സ് ഒക്കെ അയക്കാൻ പറഞ്ഞു. ഡോക്യുമെന്റ്സ് നോക്കിയപ്പോൾ ഭാര്യ കല്യാണ സർട്ടിഫിക്കറ്റ് നോക്കിയപ്പോൾ 30 ദിവസമായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. 30 ദിവസമായിട്ടേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ഈ പ്രോപ്പർട്ടി ആണെങ്കിൽ ഏതാണ്ട് 38 മില്യൻ്റെ 4 പ്രോപ്പർട്ടിയാണ്. പിന്നെ ഹൈ വാല്യൂ പ്രോപ്പർട്ടി, അതിലൊക്കെ ഭയങ്കര റെന്റും റവന്യൂ ഒക്കെ ഉള്ള പ്രോപ്പർട്ടി. ഇത് വില്ലിൽ ഈ ഭാര്യയുടെ പേരിലേക്ക് എഴുതി വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ നീഡ് എ ഡയറക്റ്റ് മീറ്റിംഗ്, ദെൻ ഓൺലി ഐ ക്യാൻ റൈറ്റ്. അപ്പോൾ ഞാൻ ഇരുത്തി അദ്ദേഹത്തോട് കൂടുതൽ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്തിനാണ് ഭാര്യയ്ക്ക് ഈ 1 മാസം മുമ്പ് കല്യാണം കഴിച്ച ഭാര്യയ്ക്ക് ഇത് മുഴുവൻ കൊടുക്കുന്നത്? അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് വേറെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരാണ് എൻ്റെ ബിസിനസ്. ഹീസ് എ ബില്യനർ, വേൾഡ് വൈഡ് ബിസിനസ് ഉള്ള ആളാണ്. അപ്പോൾ അവർക്കൊക്കെ പിന്നെ എല്ലാ സ്ഥലത്തും അവരാണ് ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം ഈ ഭാര്യയാണ് ഇപ്പം എന്നെ നോക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഈ സ്വത്തൊക്കെ ഞാൻ അവർക്ക് എഴുതി വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ മനസ്സറിഞ്ഞവർക്ക് എഴുതി വെക്കാനാണോ തീരുമാനിച്ചത്, അതോ അവരെ? അല്ലല്ല, അവർ ജീവിച്ചു പോകണം സുഖമായിട്ട്, എൻ്റെ കാലം കഴിഞ്ഞാലും അതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എന്നാൽ ഈ വരുന്ന ഇൻകം അവർക്ക് കൊടുത്താൽ പോരെ? വസ്തുക്കൾ നിങ്ങൾ അവരെ പേരിൽ കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? അതിൽ നിന്ന് വരുന്ന ഇൻകം അതിന് ലീഗൽ സ്ട്രക്ചർ അവൈലബിൾ അല്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അതിന് വില്ല് എഴുതിയാൽ കാര്യമില്ല. വില്ലിൽ നിങ്ങൾ മരിച്ച സ്വത്ത് അവരുടെ പേരിലേക്ക് പോകും. അപ്പോൾ പിന്നീട് വേറെ ആർക്കും ആ സ്വത്ത് കിട്ടില്ല. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം, വേണം കല്യാണം കഴിക്കണമെങ്കിൽ കഴിക്കുക. അവർക്ക് 52 വയസ്സോ മറ്റോ ആയിട്ടുള്ളൂ, ഇദ്ദേഹത്തിന് 77 വയസ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ട്രസ്റ്റിനെ കുറിച്ച് ആലോചിക്കുക, അല്ലെങ്കിൽ ഫൗണ്ടേഷനെ കുറിച്ച് ആലോചിക്കുക. ഇപ്പോൾ നിങ്ങൾ ആ ഫൗണ്ടേഷൻ്റെ പേരിൽ ഈ അസറ്റ്സ് ഒക്കെ മാറ്റുക, അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ പേരിലേക്ക് മാറ്റുക. എന്നിട്ട് നിങ്ങളെ കാലശേഷം അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതിൽ നിന്നെല്ലാം ഉള്ള വരുമാനം അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അതിൻ്റെ റെൻ്റെല്ലാം അവർക്ക് കിട്ടാനും, അതിനുശേഷം അവരുടെ കാലശേഷം ഇത് നിങ്ങളുടെ മക്കൾക്കും മറ്റേ ഭാര്യയ്ക്കും ഈ വസ്തുക്കളും അസറ്റും കിട്ടാനുമുള്ള രീതിയിൽ ഇതിനെ സ്ട്രക്ചർ ചെയ്തൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് അയാൾ അത്ഭുതപ്പെടുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. DAFCയിലും ADGMലും ഒക്കെ UK-ലും US-ലും ഒക്കെ ഉള്ള പോലെ എല്ലാ ലീഗൽ സ്ട്രക്ചേഴ്സും അവൈലബിൾ ആണ്. അത് എങ്ങനെ നമ്മൾ എഫക്റ്റീവായി ഉപയോഗിക്കും, അതുപോലെ ഇപ്പോൾ ഈ ശരിയ ഇംപ്ലിക്കേഷൻസിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലർക്ക് ഉണ്ടാവും, എൻ്റെ എല്ലാ മക്കളെയും ഈക്വലായി ട്രീറ്റ് ചെയ്യണം. ശരിയായിട്ട് വരികയാണെങ്കിൽ പെമ്മക്കൾക്ക് പകുതിയേ വരുള്ളൂ, അല്ലെങ്കിൽ പെമ്മക്കൾ മാത്രമുള്ളവർക്ക് ഇത് ഭാര്യയ്ക്കും പിന്നെ ബാക്കി സഹോദരന്മാർക്കൊക്കെ പോകുക എന്നുള്ള കൺസേൺ ഒക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ളവർക്കും കുറച്ച് അസറ്റ്സ് ഒക്കെ കൂടുതലുള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന സംഭവമാണ് ഈ ഫൗണ്ടേഷനൊക്കെ. ഫൗണ്ടേഷൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒറ്റ സംഭവമുള്ളൂ, എൻ്റെ പ്രോപ്പർട്ടി ഞാൻ ഉള്ള കാലത്ത് ഒരു ഹിബ, ഗിഫ്റ്റ് എന്ന് പറയില്ലേ, ഫൗണ്ടേഷൻ്റെ പേരിലേക്ക് നമ്മൾ കൊടുക്കും. ആ ഫൗണ്ടേഷൻ ആണ് ഇതിൻ്റെ ഓണർ. അപ്പം ഞാൻ മരിച്ചാലും ശരിയായി ഇവിടെ ആപ്ലിക്കബിൾ അല്ല. കാരണം എന്താ വെച്ചാൽ ഫൗണ്ടേഷൻ മരിക്കുന്നില്ല. ഫൗണ്ടേഷൻ്റെ ചാർട്ടറിൽ എനിക്ക് ഡിഫൈൻ ചെയ്ത് വെക്കാം, ഇത് ആർക്ക് പോകണം, എങ്ങനെ പോകണം, ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആർക്ക് പോകണം, എത്ര കൊല്ലം കഴിഞ്ഞാൽ ഈ ഫൗണ്ടേഷൻ വേണമെങ്കിൽ വൈൻഡപ്പ് ചെയ്തിട്ട് ഇതിലെ അസറ്റ്സ് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മുടെ ആളുകൾ ഇതിനെക്കുറിച്ച് തീരെ അവെയർ അല്ല. പക്ഷേ അങ്ങനെ എനിക്ക് ബ്ലാങ്കറ്റായിട്ട് പറയാൻ പറ്റില്ല. മുമ്പേ പറക്കുന്ന ചില പക്ഷികളുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള 1-2 പേര് ക്ലാസിക് എക്സാമ്പിൾസ് ആണ്. അതിൽ ഒന്ന് നമ്മുടെ ഷാഫിഖാൻ്റെ കമ്പനി, എടുത്തു പറയാതിരിക്കാൻ വയ്യ. അവരൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് ആലോചിച്ച് ഇത്തരം സ്ട്രക്ചേഴ്സ് പ്ലാൻ ചെയ്തതാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത്തരം ലീഗൽ ഓപ്ഷൻസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുകയും അതിനുള്ള സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് ഫീസിബിൾ ആയത്, അതായത് ഇത് ഒരു ബ്ലാങ്കറ്റ് ഓർഡർ അല്ല കേട്ടോ. എല്ലാവരും ട്രസ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, എല്ലാവർക്കും ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല, എല്ലാവർക്കും വില്ല് സൂട്ടബിൾ അല്ല. മുസ്ലിം വില്ല് പ്രകാരം ശരിയ അനുസരിച്ച് 1/3 ഉള്ളൂ ബിക്കത്തബിൾ. ശ്രീജിത്ത് ഓൾറെഡി ഇവിടെ പറഞ്ഞു. ആ 1/3 നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളത് അവകാശികൾക്ക് തന്നെ പോകണം. ശരിയ അനുസരിച്ചുള്ള അവകാശികൾക്ക് തന്നെ എഴുതി വെക്കണം. അല്ലെങ്കിൽ വില്ല് പിന്നീട് ചാലഞ്ച് ചെയ്യപ്പെട്ട മുസ്ലിം വില്ല് നിൽക്കില്ല.
അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഓരോരുത്തരുടെ റിക്വയർമെന്റ് എന്താണോ അതിനനുസരിച്ച് നിങ്ങളുടെ സക്സഷൻ നിങ്ങൾ പ്ലാൻ ചെയ്യുക. അത് പൈസ കൂടുതലുള്ളവർക്ക് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയ ഹോൾഡിംഗ് സ്ട്രക്ചേഴ്സും ഫൗണ്ടേഷനും ഒക്കെ പ്ലാൻ ചെയ്യാം. അല്ലാത്തവർക്ക് വില്ല്, ചെറിയ അസറ്റ്സ് ഒക്കെ ആണെങ്കിൽ വില്ല് മാത്രം വെച്ച് പ്ലാൻ ചെയ്യാം. ഇനി വില്ല് നിന്നാലും നിന്നില്ലെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെറ്റിൽമെന്റ് ആധാരം പോലെ, നമ്മുടെ നാട്ടിൽ സെറ്റിൽമെന്റ് ആധാരമുണ്ട്, അതുപോലെ സെറ്റിൽമെന്റ് എഗ്രിമെന്റ് നിങ്ങളുടെ മക്കളും ഭാര്യയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു വില്ലും കൂടെ രജിസ്റ്റർ ചെയ്താൽ ആ വില്ലിലെ കാര്യങ്ങൾ ഈ സെറ്റിൽമെന്റ് എഗ്രിമെന്റിലും കൂടെ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ലീഗലി നമുക്ക് അതിനെ ഒന്നും കൂടെ പിന്നെ സർക്കംവെന്റ് ചെയ്യാൻ പറ്റും. പബ്ലിക് പോളിസിക്ക് അഗെയിൻസ്റ്റ് നിങ്ങൾ എന്ത് ഡോക്യുമെന്റ് എഴുതിയാലും ഇവിടെ നിൽക്കില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഈ കീ ആളുകൾ പിന്നെ മാത്രം കൊണ്ടു നടക്കുന്ന ബിസിനസ്സിൽ പ്രത്യേകിച്ച് കീമൻ ഇൻഷുറൻസിനെ കുറിച്ച് എൻ്റെ അടുത്ത ആള് സംസാരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ കമ്പനിയിൽ ക്യാഷ് ഫ്ലോ ഉണ്ടാവില്ല. ആ പൈസ കൊടുക്കാൻ ഇങ്ങനെ ഒരു കീമൻ ഇൻഷുറൻസ് കൊണ്ടുവരികയാണെങ്കിൽ ഒരു പക്ഷേ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എക്സിറ്റ് വരെ കീമൻ ഇൻഷുറൻസ് വെച്ച് കവർ ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പ്രാഥമികമായ ഒരു അറിവ് നൽകുക എന്ന് മാത്രമാണ്. എൻ്റെ സമയമായോ റിയാസ്? ഓക്കെ. അതാണ് പിന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അത് ഇതിൽ ചിലർ സക്സഷൻ പ്ലാനിങ് മക്കൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അസറ്റ്സ് ഒക്കെ അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള, എൻ്റെ അടുത്തൊരു മറ്റൊരു കേസുണ്ട്. ഒരു വലിയ പിന്നെ മൊണോപ്പൊളി ബിസിനസ് ഇവിടുത്തെ ഏതാണ്ട് ഒരു 700 മില്യൺ വർത്തുള്ള ഒരു കമ്പനി. അവർ ആൽക്കഹോൾ ബിസിനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അവർ പിന്നെ അച്ഛന് ഒരു 65 വയസ്സായപ്പോൾ മക്കൾ US നിന്നൊക്കെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് മകൻ വന്ന് വളരെ ക്വാളിഫൈഡ് ആയ ആൾ വന്നപ്പോൾ മകന് ബിസിനസ്സിലേക്കൊന്ന് വരണം തോന്നിയപ്പോൾ അച്ഛന് തോന്നി, ഞാൻ ഈ വയസ്സുകാലത്ത് ഇത്രയും കാലം 40 വർഷം ഞാൻ അധ്വാനിച്ചു, ഇനി എന്തുകൊണ്ട് മകനങ്ങോട്ട് ഇത് ഹാൻഡ് ഓവർ ചെയ്ത് എനിക്ക് റെസ്റ്റ് എടുത്തുകൂടാ. പുള്ളി റെസ്റ്റ് എടുത്തിട്ട് ഒന്നാണ് ലോകം ചുറ്റാൻ കറങ്ങി, ഫുള്ളായിട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ലോകം ചുറ്റാൻ കറങ്ങി. ഒരു കൊല്ലം പുള്ളി ലോകം ചുറ്റി. ഈ സമയം കൊണ്ട് മകൻ ഈ ഫാമിലി ബിസിനസ്, ഇത്രയും എത്തിയ ബിസിനസ്സിലെ പ്രധാന കീ ആളുകളായിട്ടുണ്ടായിരുന്ന ചില ഈ അങ്ങനെയാണല്ലോ വാപ്പാനോട് ബന്ധമുള്ള, അച്ഛനോട് ബന്ധമുള്ള പ്രായമായ ആളുകൾ, അവർക്ക് ക്വാളിഫൈഡ് ഒന്നും ആവില്ല, പക്ഷെ അവരായിരിക്കും അതിൻ്റെ ഹാർട്ട് ആൻഡ് സോൾ. എല്ലാവരെയും ഫയർ ചെയ്തിട്ട് പിന്നെ ഇദ്ദേഹം ഫുൾ പുതിയ CFOമാരെയും കാര്യങ്ങളെയൊക്കെ വെച്ചിട്ട് ഇദ്ദേഹം ബിസിനസ് ചെയ്തു. അപ്പോൾ നോക്കിയപ്പോൾ 400 മില്യണോളം പിന്നെ ബാങ്കിങ് ഫെസിലിറ്റി അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഐ ആം എ ന്യൂ ജനറേഷൻ ബിസിനസ്മാൻ നെവർ ഡു ബിസിനസ് വിത്ത് ഹിസ് ഓൺ മണി, ദേ ഡു വിത്ത് ബാങ്ക് മണി. അപ്പോൾ അദ്ദേഹം എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരു 150 മില്യൺ അതിൽ എടുത്തു. 150 മില്യൺ പുള്ളി പലർക്കായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കൊടുത്തു, ഫെസിലിറ്റി യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട്. കോവിഡ് വന്നു, ഫെസിലിറ്റി യൂട്ടിലൈസേഷന് കൊടുത്തത് എല്ലാ ബിസിനസ്സും പൊളിഞ്ഞു, അത് പോയി. എക്സ്പോർട്ട് ബിസിനസ് പൂട്ടി. 300 ബില്യൺ ക്രൈസിസിലെത്തി. ഇദ്ദേഹത്തിന് ഫാദർ ലൈസൻസ് കണ്ടിന്യൂ ചെയ്തിരുന്നു, പാവം. ലെഫ്റ്റും റൈറ്റും കേസ് വന്നു. എല്ലാവരും UAE നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെട്ടു. അപ്പോൾ ഒറ്റയടിക്ക് മക്കൾക്ക് ബിസിനസ് ഹാൻഡ് ഓവർ ചെയ്യാനും പാടില്ല, പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെ എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഈ കാര്യങ്ങളുടെ നിങ്ങളുടെ മനസ്സിൽ ആലോചിക്കുക. നിങ്ങൾ സക്സഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മക്കൾക്ക് കൊടുക്കുന്നത് യഥാർത്ഥ ലീഗൽ സ്ട്രക്ചറും യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഒരു വഴി വെട്ടിയിട്ടായിരിക്കണം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.